ക്ലബ്ബ് തലത്തിലായാലും രാജ്യാന്തര തലത്തിലായാലും അവൻ ഗോൾ വലക്ക് മുമ്പിൽ ഗ്ലൗസ് അണിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ കപ്പ് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു വാശി ഡിബുവിനുണ്ട്. 2020 ആർസണലിനൊപ്പം നേടിയ FA കപ്പും കമ്മ്യൂണിറ്റി ഷീൽഡും മുതൽ തുടങ്ങിയതാണ് ഈ അപരാജിത കുതിപ്പ്. പിന്നീട് അർജന്റീനയുടെ ദേശീയ ജേഴ്സിയിൽ കോപ്പ അമേരിക്കയും അതുപോലെ തന്നെ ഫൈനലിസമയും വേൾഡ് കപ്പും നേടി അയാൾ അത് ആവർത്തിക്കുകയായിരുന്നു. ഖത്തർ ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിനെതിരെ നടത്തിയ ആ ഇതിഹാസികമായ സേവിലൂടെ അർജന്റീനയെ ലോക കിരീടത്തിലേക്ക് നയിച്ചത് അയാൾ തന്നെയാണ്. ഒടുവിലിതാ ഇന്ന് ഇസ്താംബൂളിൽ നടന്ന യൂറോപ്പ ലീഗ് ഫൈനലിലും ജർമ്മൻ ക്ലബ്ബായ ഫ്രീബർഗിനെ തകർത്ത് ആസ്റ്റൺ വില്ല 44 വർഷത്തിന് ശേഷം യൂറോപ്യൻ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. അതിന് കാരണക്കാരനും അയാൾ തന്നെയാണ്. ഈ വിജയത്തോടെ താൻ കളിച്ച 7 പ്രധാന ഫൈനലുകളിലും 100% വിജയ റെക്കോർഡെന്ന അമാനുഷിക നേട്ടമാണ് ഈ താരം കാത്തു സൂക്ഷിക്കുന്നത്. കളിക്കളത്തിലെ അഗ്രസീവ് ആറ്റിറ്റ്യൂഡും പെനാൽറ്റി ഷൂട്ടൗട്ടുകളിലെ അസാധ്യമായ മെയിൻ ഗെയിമുകളും ഡിബുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. ലോകകപ്പ് വിജയത്തിന് ശേഷം തനിക്കൊരു യൂറോപ്യൻ കിരീടം നേടണമെന്നും ആസ്റ്റൺ വില്ലക്കൊപ്പം ഒരു ട്രോഫി ഉയർത്തണമെന്നുള്ള തൻ്റെ വലിയ ആഗ്രഹം എമി മാർട്ടിനസ് തുറന്നു പറയുന്നുണ്ട്. ആ വാക്കുകൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. '26 യൂറോപ്പ ലീഗ് കിരീടം സ്വന്തമാക്കിക്കൊണ്ട് താൻ ക്ലബിന് നൽകിയ വാക്ക് ഡിബു പാലിച്ചിരിക്കുകയാണ്. ലോകകപ്പിന് പിന്നാലെ വില്ലയെ യൂറോപ്പിന്റെ നെറുകയിലെത്തിച്ച് തന്റെ സ്വപ്ന നേട്ടം അദ്ദേഹം പൂർത്തിയാക്കി. എമിലിയാനോ മാർട്ടിനസ് തന്റെ കരിയറിൽ കളിച്ച എല്ലാ ഫൈനലുകളിലും വിജയിച്ചിട്ടുണ്ട്. 2020 FA കപ്പ്, 2020 കമ്മ്യൂണിറ്റി ഷീൽഡ്, 2021 കോപ്പ അമേരിക്ക, 2022 ഫൈനലിസ്മ, അതുപോലെ തന്നെ 2022 ലോകകപ്പ്, പിന്നെ 2024 കോപ്പ അമേരിക്ക, ഇന്നിതാ 2026 യൂറോപ്പ ലീഗ്. അതെ, ഫൈനലുകളിൽ തോൽവി അറിയാത്ത ഒരേയൊരു എമി മാർട്ടിനസ്. കളിച്ച ഫൈനലുകളിലെല്ലാം കിരീടം സ്വന്തമാക്കി അർജന്റീനയുടെ കാവൽക്കാരൻ. ഇന്ന് യൂറോപ്പ ലീഗ് ഫൈനലിൽ ഫ്രീബർഗിനെതിരെ 3-0 ജയിച്ചുകൊണ്ട് ആസ്റ്റൺ വില്ല ആ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. ആ മത്സരത്തിന് തൊട്ടു മുമ്പ് വാമപ്പിനിടെ തന്റെ വിരലിന് പരിക്കേറ്റിരുന്നു എന്ന വിവരം വെളിപ്പെടുത്തി എമിലിയാനോ മാർട്ടിനസ്. എന്നാൽ വേദനയെ വകവെക്കാതെയാണ് അദ്ദേഹം ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ആ ഗ്ലൗസ് അണിഞ്ഞത്. തകർന്ന വിരലുമായി കളിച്ചിട്ടും ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കിയ ഡിബു 44 വർഷങ്ങൾക്ക് ശേഷം ആസ്റ്റൺ വില്ലയ്ക്ക് തങ്ങളുടെ ആദ്യത്തെ യൂറോപ്യൻ കിരീടം നേടിക്കൊടുത്തു. വേദനയെ അതിജീവിച്ച് ക്ലബിനെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ച മാർട്ടിനസ് വില്ലയുടെ യഥാർത്ഥ ഹീറോയായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. 2022 ലോകകപ്പിന് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ജോലിയിൽ എനിക്ക് അമിതമായ അഭിനിവേശമുണ്ട്. 2022 ഖത്തർ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് ഇത് കേട്ട് സോഷ്യൽ മീഡിയയിൽ ട്രോളന്മാർ ഇന്ത്യൻ റൂപ്പി സിനിമയിലെ മാമുക്കോയുടെയും ബിജു പപ്പൻ്റെയും മീം വെച്ച് ഒരു ട്രോൾ ഇറക്കിയിരുന്നു. ബെക്കറെ ഗോൾഡൻ ഗ്ലൗ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അലിസണും എഡൈസണുമൊക്കെ തിളങ്ങി നിൽക്കുമ്പോൾ എമ്മി വെറുതെ തള്ളുകയാണെന്ന് വിചാരിച്ച ആ ട്രോളന്മാർ പോലും സ്വപ്നത്തിൽ കരുതി കാണില്ല ഇന്ന് അക്ഷരം പ്രതി അയാൾ അത് നേടിയെടുക്കുമെന്ന്. അന്ന് ആ ട്രോളിൽ മെൻഷൻ ചെയ്തവരെക്കാൾ വലിയൊരു ലെഗസിയാണ് ഇന്ന് മാർട്ടിനസ് ഫുട്ബോൾ ലോകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നാനിയുടെ ജേഴ്സി സിനിമയിലെ നായകനെ പോലെ കരിയറിലെ നല്ലൊരു കാലം മുഴുവൻ ബെഞ്ചിലിരുന്ന് തീർത്തിട്ടും തോറ്റുകൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. താൻ നേടുമെന്ന് പറഞ്ഞതെല്ലാം അയാൾ ഇന്ന് നേടിയിട്ടുണ്ട്. വേൾഡ് കപ്പ് ഗോൾഡൻ ഗ്ലൗ, കോപ്പ അമേരിക്ക ഗോൾഡൻ ഗ്ലൗ, ആസ്റ്റൺ വില്ലക്ക് ചരിത്രപരമായ UCL യോഗ്യത. ഒടുവിൽ ഇന്നിതാ വില്ലക്ക് വേണ്ടി ആ യൂറോപ്യൻ ട്രോഫി നേടിയിരിക്കുന്നു. 2019 ആർസണലിന്റെ ബെഞ്ചിലിരുന്ന് കരിയർ തീർന്നു എന്ന് കരുതിയ ഇടത്തു നിന്നാണ് എമി ഇന്ന് അർജന്റീനയുടെയും ആസ്റ്റൺ വില്ലയുടെയും ഇതിഹാസമായി വളർന്നത്. 10-15 കൊല്ലം ലെയ്ലംപ്റ്റണിൽ നിന്ന പല കീപ്പർമാർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത ലെഗസിയാണ് എമി വെറും 5-6 വർഷം കൊണ്ട് നേടിയെടുത്തത്.
വെറും 6 വർഷത്തിനുള്ളിൽ ഒരു വേൾഡ് കപ്പ്, 2 കോപ്പ അമേരിക്ക, ഫൈനലിസിമ, വേൾഡ് കപ്പ് ഗോൾഡൻ ഗ്ലൗ, 2 തവണ കോപ്പയിലെ മികച്ച കീപ്പർ പുരസ്കാരം. അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്ത മറ്റൊരു കീപ്പറുണ്ടോ എന്ന് സംശയമാണ്. അന്ന് അർസണൽ കീപ്പർ ലെനോക്ക് പരിക്കേൽക്കാൻ കാരണക്കാരനായ നീൽ മൊപ്പയോട് ഫുട്ബോൾ ലോകം നന്ദി പറയണം. അന്ന് ആ ഫൗൾ സംഭവിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് ഈ അതുല്യ പ്രതിഭയെ ലഭിക്കില്ലായിരുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടുകളിലെ ആ അസാധ്യ മെയിൻ ഗെയിമുകളും ലോകകപ്പ് ഫൈനലിന്റെ 123 മിനിറ്റിലെ ആ ഐതിഹാസിക സേവും മാത്രം മതി എമി മാർട്ടിനസ് എന്ന പേര് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ. പറഞ്ഞത് പ്രവർത്തിച്ച് കാണിക്കുന്നവൻ. ബിഗ് സല്യൂട്ട് ഡിബു. ഫുട്ബോൾ ചരിത്രത്തിൽ എത്രയോ മികച്ച ഗോൾ കീപ്പർമാർ വന്നുപോയിട്ടുണ്ട്. എന്നാൽ വലിയ വേദികളിൽ അർജന്റീനിയൻ താരം എമിലിയാനോ മാർട്ടിനസിനെ പോലെ ഇത്രയും ക്ലച്ചായി കളിക്കുന്ന മറ്റൊരു താരം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഫൈനൽ മത്സരങ്ങൾ കളിക്കുക മാത്രമല്ല, കളിച്ച ഫൈനലുകളിലെല്ലാം ജയിച്ച് ചാമ്പ്യനാവുക എന്ന അപൂർവ നേട്ടമാണ് എമി സ്വന്തമാക്കിയിരിക്കുന്നത്. ക്ലബ്ബ് തലത്തിലായാലും രാജ്യാന്തര തലത്തിലായാലും അവൻ ഗോൾ വലക്ക് മുമ്പിൽ ഗ്ലൗസ് അണിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ കപ്പ് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു വാശി ഡിബുവിനുണ്ട്. 2020 ആർസണലിനൊപ്പം നേടിയ FA കപ്പും കമ്മ്യൂണിറ്റി ഷീൽഡും മുതൽ തുടങ്ങിയതാണ് ഈ അപരാജിത കുതിപ്പ്. പിന്നീട് അർജന്റീനയുടെ ദേശീയ ജേഴ്സിയിൽ കോപ്പ അമേരിക്കയും അതുപോലെ തന്നെ ഫൈനലിസിമയും വേൾഡ് കപ്പും നേടി അയാൾ അത് ആവർത്തിക്കുകയായിരുന്നു. ഖത്തർ ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിനെതിരെ നടത്തിയ ആ ഇതിഹാസികമായ സേവിലൂടെ അർജന്റീനയെ ലോക കിരീടത്തിലേക്ക് നയിച്ചത് അയാൾ തന്നെയാണ്. ഒടുവിലിതാ ഇന്ന് ഇസ്താംബൂളിൽ നടന്ന യൂറോപ്പ ലീഗ് ഫൈനലിലും ജർമ്മൻ ക്ലബ്ബായ ഫ്രീബർഗിനെ തകർത്ത് ആസ്റ്റൺ വില്ല 44 വർഷത്തിന് ശേഷം യൂറോപ്യൻ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. അതിന് കാരണക്കാരനും അയാൾ തന്നെയാണ്. ഈ വിജയത്തോടെ താൻ കളിച്ച 7 പ്രധാന ഫൈനലുകളിലും 100% വിജയ റെക്കോർഡെന്ന അമാനുഷിക നേട്ടമാണ് ഈ താരം കാത്തുസൂക്ഷിക്കുന്നത്. കളിക്കളത്തിലെ അഗ്രസീവ് ആറ്റിറ്റ്യൂഡും പെനാൽറ്റി ഷൂട്ടൗട്ടുകളിലെ അസാധ്യമായ മെയിൻ ഗെയിമുകളും ഡിബുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു.